സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടേതായൊരു സിസ്റ്റം ഉണ്ട്. അതായത് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കണം, എന്ത് വിഷയത്തിൽ ഇടപെടണം എന്നത് സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് കൃത്യമായ ധാരണയുണ്ട്. അമിത്ഷാ ജാർഖണ്ഡിൽ പറഞ്ഞത് വഖഫ് ഭേദഗതി നിയമം എന്തായാലും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് തലേന്നാണ് സുരേഷ് ഗോപി കേരളത്തിൽ വന്നിട്ട് പറയുന്നത് അത് കിരാതമാണ്, ഞങ്ങൾ അവസാനിപ്പിക്കും. സുരേഷ് ഗോപിക്ക് ഇടത് മുന്നണിയോ വലത് മുന്നണിയോ പേടിക്കേണ്ട കാര്യമില്ല, എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും പേടിക്കേണ്ട കാര്യമില്ല. ചേട്ടാ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്തെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ എന്തോ ഒരു വിമുഖത അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി മോദിയുടെ ക്യാബിനറ്റിലെത്തിയതിന് പിന്നാലെ ഇപ്പോൾ അടുത്തിടെ അദ്ദേഹത്തിന് സിനിമകളിൽ അഭിനയിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിലക്കി എന്ന തരത്തിലൊരു പ്രചാരണമുണ്ടായി. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ്. പക്ഷേ അത്തരമൊരു വാർത്ത എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് സുരേഷ് ഗോപി ഇനി സിനിമയിൽ അഭിനയിക്കേണ്ട, മന്ത്രിയായി തന്നെ തുടരുമെന്ന് കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അത് ഞാനും കണ്ടിരുന്നു. അത് കണ്ട മാത്രയിൽ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാനും സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും അവർ കൊടുത്തത്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പണിയെടുക്കാം, സിനിമയിൽ അഭിനയിക്കരുത്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജനസേവനത്തിലുള്ള സ്പേസ് പോകുമെന്ന നിലപാട് എനിക്കുണ്ട്. ഞാൻ അതിനെ വിമർശിച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി ഇതിനൊരു മറുപടി കൊടുത്തതിനെ ഞെട്ടിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം JSK എന്ന് പറയുന്ന വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ടീസർ അങ്ങ് പബ്ലിഷ് ചെയ്യണം, പോസ്റ്റർ പബ്ലിഷ് ചെയ്യണം. മറുപടി ആയില്ലേ? സുരേഷ് ഗോപി ആരോടും വാഗ്വാദത്തിന് പോയില്ല, മാധ്യമങ്ങളെ ചീത്ത വിളിക്കാൻ പോയില്ല, ഒന്നും പറഞ്ഞില്ല. മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത വ്യാജമായിരുന്നു എന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം അതിനുള്ള മറുപടിയും കൊടുത്തു. ഇത്തരം ഇടപെടലുകൾ മാധ്യമങ്ങൾ നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുകയാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ യൂട്യൂബിലും ഈ സോഷ്യൽ മീഡിയയിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പ്രാഥമിക സോഴ്സായി കാണുന്നത് മാധ്യമങ്ങളെ തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു, സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നു, സ്വാഭാവികമായും നമ്മൾ അതിൻ്റെ വേർഷൻ സംസാരിക്കും. അങ്ങനെയാണ് സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തത്. പക്ഷേ അത് വ്യാജമായിരുന്ന ഒരു സംവിധാനമായിരുന്നു, ആ വാർത്ത എന്ന് പറയുന്നത് വ്യാജമായിരുന്നു, അത് എന്നെയും ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മാധ്യമങ്ങളോ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ ഓൺലൈൻ സ്പേസിൽ അദ്ദേഹത്തിനെതിരെ വാളെടുക്കുന്നവരോ ഒന്നും ഒരു വിഷയമേ അല്ല. എന്തിന് കേരളത്തിലെ LDF UDF അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സുരേഷ് ഗോപിക്ക് ഒരു വിഷയമല്ല. സുരേഷ് ഗോപി ഒരു സ്ട്രഗിൾ ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂരിൽ ആദ്യം മത്സരിച്ചു, തോറ്റു, രണ്ടാമതും മത്സരിച്ചു, തോറ്റു, അതിനുശേഷം മൂന്നാമതും സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായപ്പോൾ കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിയും നേരിടാത്ത വിധത്തിലുള്ള ട്രോളുകളും അപമാനിക്കലുകളും സൈബർ ആക്രമണങ്ങളും മറ്റ് രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നുള്ള കടുത്ത മത്സരവും അവരുടെ പുച്ഛവും ഒന്ന് ആലോചിച്ച് നോക്കൂ. മുരളീധരൻ അവസാന മണിക്കൂറിൽ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞത് BJPക്ക് തൃശ്ശൂരിൽ മുട്ട കിട്ടുമെന്നാണ്. അപ്പോൾ ഓരോ മണിക്കൂറിലും എന്ന പോലെ സുരേഷ് ഗോപിക്ക് ട്രോളുകൾ വരുന്നു. ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ട്രോളി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ അത്രയധികം അറ്റാക്ക് ഉണ്ടാകുന്നൊരു സമയം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ മൂന്നാമത്തെ തവണയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. തോറ്റിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, തലമുക്കി നടക്കാൻ കഴിയില്ല. പാർട്ടിക്കുള്ളിൽ പോലും സുരേഷ് ഗോപിക്ക് നിരവധി ശത്രുക്കളുണ്ട്. സുരേഷ് ഗോപി തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPയിലെ പല നേതാക്കളെ എനിക്കറിയാം. അതായത് സുരേഷ് ഗോപി എങ്ങു നിന്നോ വന്ന് ഒറ്റയടിക്ക് വിജയിച്ച് സ്വാഭാവികമായും പരമ്പരാഗത BJP നേതാക്കൾക്ക് വലിയ അമർഷമുണ്ടാകും, വിഷമമുണ്ടാകും, അസൂയുണ്ടാകും. അതൊക്കെ അവർ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സർവ്വ തിരിച്ചടികളെയും അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നുള്ള അറ്റാക്കുകളെയും ഒറ്റയടിക്ക് അവരൊറ്റ വിജയത്തിലൂടെ നിഷ്പ്രഭമാക്കിയ സുരേഷ് ഗോപിക്ക് അതിനുശേഷം അദ്ദേഹം MP ആകുന്നു, തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയാകുന്നു. ഇനി ആരെയാണ് സുരേഷ് ഗോപി പേടിക്കേണ്ടത്? പിണറായി വിജയനെയോ? ആരെ പേടിക്കാൻ? സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിക്ക് ഓൺലൈൻ സ്പേസിലുള്ളവരെ പേടിക്കേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിക്ക് ഇടത് മുന്നണിയോ വലത് മുന്നണിയോ പേടിക്കേണ്ട കാര്യമില്ല. എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേണ്ടത് നേടിക്കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വിമർശനങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ, എനിക്ക് സൗകര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ റിപ്പോർട്ടറെ വിളിച്ചു വരുത്തി സുരേഷ് ഗോപി ശകാരിച്ചു എന്നൊരു വാർത്ത വന്നു. അതിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനോട് കൃത്യമായ എതിർപ്പുള്ള ആളാണ് ഞാൻ. എൻ്റെ എതിർപ്പ് ഞാൻ പ്രകടമാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിലാണെങ്കിലും സുരേഷ് ഗോപി എടുക്കുന്ന നിലപാട് നോക്കുക, അയാൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ മാധ്യമങ്ങളെ സൂചിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ വേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ
ഇപ്പോൾ ഭരിക്കുന്ന CPM ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ ഭാഗമായ നേതാക്കളോട് ഒരു വിധേയത്വം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മീഡിയ വൺ എന്ന മാധ്യമം പലവട്ടം പ്രശ്നങ്ങളുണ്ടാക്കി. അതിന് പിന്നാലെ പല ചാനലുകളിലെയും വനിതാ റിപ്പോർട്ടർമാർ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന തരത്തിലുള്ള പരാതികളുമായി വന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊരു വിശ്വാസം അവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസത്തേക്ക് അസ്ഥാനത്താക്കിയാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു പോയത്. ഈ മറ്റുള്ള നേതാക്കളോട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ മുട്ടടിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത്. എന്നാൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയോട് ആ ഒരു പ്രോട്ടോക്കോൾ പ്രകാരമുള്ള മര്യാദ പോലും കാണിക്കാതെ പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഇടപെടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, സുരേഷ് ഗോപി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തിയാൽ മാറി നിൽക്കുക അങ്ങോട്ടെന്ന് ശക്തമായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നവർക്ക് അഹങ്കാരമായി തോന്നാം. ഇപ്പോൾ ഈ പറയുന്ന പോലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കിൽ കത്തി വയ്ക്കുന്നതായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ഞാൻ ഈ മാറി നിൽക്കാൻ പറയുന്നതാണ് പ്രശ്നം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടന്നു വരുമ്പോൾ അറിയാതെ ഇവരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപിയുടെ വഴിയിൽ ഒരു മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, സുരേഷ് ഗോപിക്ക് അത്രയും വിസിബിലിറ്റി ഉണ്ട് കേരളത്തിൽ. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിൽ പോയിട്ട് പിണറായി വിജയൻ എന്തെങ്കിലും പറയുമ്പോൾ മൈക്ക് വെക്കുന്നു, കടക്ക് പുറത്തെന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി തിരിച്ചു പോരുന്നു. അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ പരസ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ CPM-നെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ നിരന്തരമായി സംസാരിച്ചാൽ പരസ്യ വരുമാനത്തെ ബാധിക്കാം, സർക്കാർ പരസ്യങ്ങൾ ലഭിക്കാതിരിക്കാം, അങ്ങനെയുള്ള പല സാധ്യതകളും ഇതിനകത്തുണ്ട്. പിന്നെ കേരളത്തിൽ ഒരിക്കൽ പോലും BJPക്ക് ഒരു സ്പേസ് കൊടുക്കരുത് എന്നുള്ള ഒരു നിലപാട് മാധ്യമങ്ങൾക്കുള്ളതായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ജയത്തോടു കൂടി ഒരു കാര്യം മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആളുകളോ മാധ്യമങ്ങളോ ഒന്നുമല്ല കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയും കാലം മാധ്യമങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു നേതാവിനെതിരെ ആക്രമിച്ചാൽ ആ നേതാവ് അങ്ങ് തളർന്നു പോകും, ഇല്ലാതാകും, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ ആ പാർട്ടി തകർന്നു പോകുന്നൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തോടെ അതൊക്കെ തീർന്നു. കാരണം അത്രയധികം അപമാനം ഏറ്റുവാങ്ങിയ, അത്രയധികം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വെല്ലുവിളി നേരിട്ട ഒരു നേതാവ് വേറെ ഉണ്ടായിട്ടില്ല. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി BJP IT സെൽ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിക്ക് ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുക, അപ്പോൾ വഖഫ് വിഷയം കേരളത്തിൽ വലിയ ചർച്ചയാകാതെ പോയൊരു വിഷയമായിരുന്നു. പക്ഷെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളിലൂടെ വഖഫിലേക്ക് ചർച്ചകൾ വരികയാണ്. ദേശീയ തലത്തിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇന്നലെ അമിത്ഷാ ജാർഖണ്ഡിൽ പറഞ്ഞത് വഖഫ് ഭേദഗതി നിയമം എന്തായാലും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് തലേന്നാണ് സുരേഷ് ഗോപി കേരളത്തിൽ വന്നിട്ട് പറയുന്നത് അത് കിരാതമാണ്, ഞങ്ങൾ അവസാനിപ്പിക്കും. അപ്പോൾ സുരേഷ് ഗോപിക്ക് ദേശീയ തലത്തിൽ പോലും വലിയ പിടിപാടുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപി വിചാരിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് പലതും കിട്ടും, അല്ലെങ്കിൽ കേന്ദ്രം സുരേഷ് ഗോപി പറയുന്നതിനനുസരിച്ച് നിലപാടെടുക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കേരളത്തിൽ BJPക്ക് വേരൂന്നാനുള്ള ടൂളാണ് സുരേഷ് ഗോപി. അതായത് ടൂൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വില കുറച്ച് കാണുന്നതല്ല. സുരേഷ് ഗോപിയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കൊണ്ട് വിഷയങ്ങൾ ഏറ്റെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ BJPക്ക് കൃത്യമായ വിസിബിലിറ്റി ഉണ്ടാക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇവിടെയുള്ള പ്രവർത്തകരെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, സുരേന്ദ്രൻ ഇപ്പുറത്തിരിക്കുകയാണ്, സുരേഷ് ഗോപി ഒരു ചടങ്ങിൽ വരുന്നു, സുരേന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുന്നു. അത് സുരേഷ് ഗോപി അറിയുന്നില്ല അപ്പുറത്ത് ആരാണെന്ന്. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി മനസ്സിലാക്കുന്ന ഇപ്പുറത്ത് സുരേന്ദ്രനാണെന്ന് പറയുന്നു. സുരേഷ് ഗോപി 2 സീറ്റ് മാറിയിരിക്കുന്നു. ഈ വീഡിയോ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് BJPക്കുള്ളിൽ വലിയ തമ്മിലടിയാണ്, സുരേന്ദ്രനുമായി സുരേഷ് ഗോപിക്ക് ഇഷ്ടമില്ല, അദ്ദേഹം മാറിയിരിക്കുകയാണെന്നാണ്. അപ്പോൾ അത് അങ്ങനെ ആയാലും അല്ലെങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടേതായൊരു സിസ്റ്റം ഉണ്ട്. അതായത് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, ഏതൊക്കെ വിഷയങ്ങൾ സംസാരിക്കണം, എന്ത് വിഷയത്തിൽ ഇടപെടണം എന്നത് സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് കൃത്യമായ ധാരണയുണ്ട്. അത് ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ മാധ്യമങ്ങളോട് സൗമ്യമായി സംസാരിച്ചാൽ സുരേഷ് ഗോപി നല്ലവൻ എന്ന് ബ്രേക്കിംഗ് വരുമായിരിക്കും. എൻ്റെ ആവശ്യമില്ലെന്നേ സുരേഷ് ഗോപിക്ക്. എന്തിനാ അതിൻ്റെ ആവശ്യം? സുരേഷ് ഗോപിയെ സംബന്ധിച്ച ആൾ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് വന്ന ആളാണ്. ഇപ്പോൾ BJPയുടെ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. BJP സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളും സുരേഷ് ഗോപിയും തമ്മിൽ രസത്തിലല്ല. അപ്പോൾ അതിനെയും അതിജീവിച്ച് മുകളിൽ നിന്ന് ഇടപെടുന്നുണ്ട് സുരേഷ് ഗോപി. അല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് BJPയുടെ കാര്യം പറഞ്ഞു, RSS ഇടപെടുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണ വലിയ തോതിലുണ്ട് സുരേഷ് ഗോപിക്ക്. അതിനപ്പുറം എന്താ വേണ്ടേ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിൽ വരുന്നു. അമിത്ഷാ സുരേഷ് ഗോപി പറയുന്ന വാക്കുകൾ അതേപോലെ വീണ്ടും ദേശീയ തലത്തിൽ പറയുന്നു. ഇതിനപ്പുറം സുരേഷ് ഗോപിക്ക് എന്താ വേണ്ടത്? ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുണച്ചിട്ട് വേണം സുരേഷ് ഗോപിക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ യൂട്യൂബർമാരെ പിന്തുണച്ചിട്ട് വേണം സുരേഷ് ഗോപിക്ക് നിൽക്കാൻ, അല്ല കേരള സർക്കാരിൻ്റെ പിന്തുണ വേണോ? മാധ്യമങ്ങൾ സുരേഷ് ഗോപി നല്ലവൻ എന്ന് ബ്രേക്കിംഗ് അടിച്ചിട്ട് വേണോ
വെച്ചിട്ടാണോ സുരേഷ് ഗോപിക്ക് ഇനി മുന്നോട്ട് പോകാൻ? ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമായിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളോട് തമാശ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സൗമ്യനായി നിന്നിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ കൂടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത് സുരേഷ് ഗോപി രോഷത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ഭാവം മാത്രമേ ഉള്ളൂ. അതല്ലാതെ സുരേഷ് ഗോപിക്കൊപ്പമുള്ളവർ മാധ്യമങ്ങളെ വിളിച്ച് ഈ വിഷയങ്ങളൊക്കെ അനൗദ്യോഗികമായി ഒത്തുതീർപ്പിലാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷെ അതിനുശേഷം, ജയത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ആൾ ടെററായി മാറുകയാണ്. കാരണം സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കുക എന്നുള്ളതല്ല, BJPക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എഴുതി വെച്ചോ, ഇവിടെ വഖഫ് വിഷയത്തിലൂടെ ക്രൈസ്തവ മൈനോറിറ്റിയെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യം സുരേഷ് ഗോപിക്കുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഇപ്രാവശ്യത്തെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു ഘടകം ക്രൈസ്തവ വോട്ട് ബാങ്ക് തന്നെയാണ്. അതിലൂടെ BJPക്ക് പുതിയൊരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. അതായത് PC ജോർജ്, അനിൽ ആന്റണി, അൽഫോൺസ് കണ്ണന്താനം, ജോർജ് കുര്യൻ തുടങ്ങി ക്രൈസ്തവ മേഖലയുമായൊരു കണക്ഷൻ ഉണ്ടാക്കാൻ BJP ഉപയോഗിച്ച ടൂളുകളൊക്കെ പാളിപ്പോയി. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയിലൂടെ നടക്കുമെന്ന് തൃശ്ശൂരിലെ വിശദമായ തെരഞ്ഞെടുപ്പ് ഫല സൂചിക കണ്ടപ്പോൾ BJPക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് വഖഫ് വിഷയത്തിൽ കയറി പിടിച്ചോളൂ എന്ന് നിർദ്ദേശം സുരേഷ് ഗോപിക്ക് വന്നത്. അല്ലാതെ സുരേഷ് ഗോപി ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് വഖഫ് കിരാതമാണ് എന്ന് പറഞ്ഞതല്ല. അത് അതിന് കൃത്യമായ ടൂളാണ്. കാരണം അതിന് തൊട്ട് പിറ്റേന്ന് സുരേഷ് ഗോപി പറഞ്ഞ അതേ കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജാർഖണ്ഡിൽ പറയുകയാണ്. വഖഫ് ഭേദഗതി നമ്മൾ കൊണ്ടുവരുമെന്ന്. ഇവിടെ പറയുന്ന ഒരു കാര്യം ദേശീയ തലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, സുരേഷ് ഗോപി എടുക്കുന്ന തീരുമാനങ്ങൾ, പറയുന്ന വാക്കുകൾ ദേശീയ നേതൃത്വത്തിൻ്റെ കൃത്യമായ പിന്തുണയോടും അറിവോടുകൂടിയുമാണ്. അപ്പോൾ കൃത്യമായി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായും ഒക്കെ നേരിട്ട് ബന്ധം പുലർത്തി അവർ പറയുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കി BJPക്ക് ഒരു പുതിയ പാത വെട്ടിത്തുറക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ മാധ്യമങ്ങളും BJP സംസ്ഥാന നേതൃത്വവും പിണറായി വിജയനൊന്നും ഒന്നും അല്ലെന്നേ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ PP ദിവ്യയുടെ വിഷയത്തിൽ, ആ സംഭവത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടതോടുകൂടിയാണ് ആ വിഷയം ഇത്രയധികം PP ദിവ്യയ്ക്ക് മേൽ നടപടിയെടുക്കപ്പെടേണ്ടി വന്നത്. നടപടിയെടുക്കേണ്ടി വരുന്നതും ആ ഘട്ടത്തിൽ ഈ പറയുന്ന PP ദിവ്യയെ രക്ഷിക്കാൻ CPM പരസ്യമായി രംഗത്തിറങ്ങാതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുരേഷ് ഗോപിയുടെ ഇടപെടൽ തന്നെയാണ്. കാരണം സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഇത് ദേശീയ തലത്തിലേക്ക് പോകുമെന്നും പിന്നീട് അത് കേന്ദ്രത്തിൻ്റെ ഇടപെടലായി വരുമെന്നും PP ദിവ്യയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പരിരക്ഷയും കിട്ടുകയില്ല എന്നും കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിന് CPM-നും പാർട്ടിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുവരെ മിണ്ടാതിരുന്നവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ MV ഗോവിന്ദൻ തൊട്ട് പിറ്റേന്ന് രംഗത്ത് വന്നിട്ട് ദിവ്യയെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണെന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള പിന്തുണ, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ സുരേഷ് ഗോപിയുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സുരേഷ് ഗോപിക്ക് എല്ലാവിധ ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. ആ സുരേഷ് ഗോപി ഇനി ആരെയാണ് ഈ നാട്ടിൽ തൃപ്തിപ്പെടുത്തുന്ന കാര്യം? എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിന് പിന്നാലെ ഈ മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്ന് വിലക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ വിവാദങ്ങളുടെയൊക്കെ മുനയൊടിച്ചു. അതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി വന്നു. ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് പോകുന്ന ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് സുരേഷ് ഗോപി ആണെന്നുള്ളൊരു വാർത്ത. ഇത്രയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു ഉച്ചകോടിയാണ് G7 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സുപ്രധാനമായി രാജ്യത്തിൻ്റെ നയതന്ത്ര തലത്തിലടക്കം നിർണായകമായ ഒരു ഉച്ചകോടിയിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് സുരേഷ് ഗോപി എന്ന തരത്തിൽ വരുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് ദേശീയ തലത്തിൽ ഉണ്ടാകുന്നൊരു മൈലേജ് ഉണ്ട്. അല്ല, അത് ദേശീയ തലത്തിൽ മാത്രമല്ല, ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ചേർന്നിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. അവർക്ക് സുരേഷ് ഗോപിയുടെ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. അതായത് സുരേഷ് ഗോപി പറയുകയാണ്, എന്നെ നാട്ടിൽ എല്ലാവരും അപഹസിക്കുകയാണ്, മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നു എന്ന് സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവും ഒരു പരാതിയായിട്ട്. എങ്കിൽ അത് മാറ്റിത്തരാം, ഇതാ പിടിച്ചു, ക്ലിയറൻസും കൊടുക്കുന്നു, ഇറ്റലിയിലേക്കും വിടുന്നു, ആയില്ലേ? ഇതിൽ പരം സുരേഷ് ഗോപിക്ക് വേറെ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് സമൂഹത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക്? അപ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നതും ഇടപെടുന്നതിലും ഒക്കെ പലതരത്തിലും അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഞാനത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് കേന്ദ്രം കൊടുക്കുന്ന സപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് ഇനിയൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനി സുരേഷ് ഗോപിയിലൂടെ കേരളം BJPയുടെ കയ്യിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇനി സുരേഷ് ഗോപിയെ മുൻനിർത്തി, ഇപ്പം നിലവിൽ സുരേഷ് ഗോപിക്ക് പറയാനായിട്ട് തൃശ്ശൂരിലേക്ക് അദ്ദേഹം പദ്ധതികളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കണ്ടോളൂ, സുരേഷ് ഗോപിയിലൂടെ കുറെ പദ്ധതികൾ കേരളത്തിലേക്ക് വന്നതായ അമൃത് പദ്ധതി, അമൃത് ഭാരത് പദ്ധതി എന്നൊക്കെ പറയുന്നത് നമുക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന പദ്ധതികളാണോ? ഇത് തൃശ്ശൂരിന് എക്സ്ക്ലൂസീവ് ആയിട്ടോ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി മാത്രമുള്ള കേന്ദ്ര പദ്ധതികൾ വഴി വരുന്നുണ്ടെന്നേ. ഇത് വരും. അതായത് അതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി.
അതായത് എന്തിനാണ് നിങ്ങൾ ബി ജെ പിയിലെ ഒരു MP യെ നൽകിയത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത് എന്ന ചോദ്യം കേരളത്തിൽ ഉയരുമ്പോൾ അതിന് മറുപടിയായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയുടെ ക്രെഡിറ്റിൽ ഇവിടെ പദ്ധതികൾ വന്നിരിക്കും, തൃശ്ശൂർ മാറ്റിമറിച്ചിരിക്കും. ഒരു സംശയമൊന്നും വേണ്ട. ഇപ്പം നിലവിലൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതിയോ അല്ല 1-2 പദ്ധതികളേ ഉള്ളൂ. അല്ലാതെ സുരേഷ് ഗോപി ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നു എന്ന രീതിയിൽ സുരേഷ് ഗോപി പോലും എവിടെയും അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷെ അത് മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലിയറാണ്. അതായത് സുരേഷ് ഗോപി ഇപ്പോൾ കേരളത്തിലെ BJP നേതൃത്വം ഈ കേരളത്തിൻ്റെ മണ്ണിലുള്ള സെറ്റിൽമെൻറ്റുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടെ BJP വളരാത്തത്. അത് ദേശീയ നേതൃത്വത്തിന് അറിയാം. ഇപ്പോൾ കേരളത്തിൽ സുരേന്ദ്രനാണെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം CPM കടന്നാക്രമിക്കുന്നില്ല, പിണറായി കടന്നാക്രമിക്കുന്നില്ല, എവിടെയൊക്കെയോ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഛായയുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു ഐക്കണാണ്. അയാളെ സംബന്ധിച്ച് കേരളത്തിലെ ഈ പറയുന്ന നേതാക്കളൊന്നും ആളുടെ വിഷയമല്ല. മുഖ്യമന്ത്രിയോ CPM ഓ UDF ഓ കോൺഗ്രസ്സോ ഒന്നും ആളുടെ വിഷയമല്ല. അയാളെ സംബന്ധിച്ച് കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഒറ്റയാൻ എന്ന ഒരു ഇമേജ് പതിയെ വർദ്ധിപ്പിക്കാനുള്ള സുരേഷ് ഗോപിയുടെ നീക്കം തന്നെയാണിത്. അതായത് സുരേഷ് ഗോപിയിലൂടെ ഇനി കുറേ കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒറ്റയാൻ ഇമേജ് ഇയാളെ ആർക്കും തടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നെല്ലാവരെയും തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെ സുരേഷ് ഗോപി ബോധപൂർവം എടുത്തണിയുന്ന ഒരു ഇമേജാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു കോംപ്രമൈസിനും സുരേഷ് ഗോപി തയ്യാറല്ല. അല്ലെങ്കിൽ കേരളത്തിലെ വ്യവസ്ഥാപിതമായ സാഹചര്യങ്ങളിലൂടെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഇയാളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഇത് അതിനൊക്കെ മേലെയാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം സുരേഷ് ഗോപിക്കുണ്ട്. അതൊരു പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തിലൂടെ തന്നെയായിരിക്കും. അതായത് BJPക്കാർ വിചാരിച്ചാൽ പോലും തടയാൻ കഴിയാത്ത ഒരാൾ എന്നൊരു ഇമേജ്, അതിനുവേണ്ടി സുരേഷ് ഗോപി ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രയും വിമർശനങ്ങൾ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വ്യവസ്ഥാപിതമായി നമ്മൾ കണ്ടുവരുന്ന ഒരു സെറ്റിൽമെൻറ്റ് ലൈനിലേക്കൊന്നും സുരേഷ് ഗോപി വരുന്നില്ല. പക്ഷേ ഇതൊക്കെ മാറും. സുരേഷ് ഗോപി കുറേ കൂടി ഒരു ഹൈപ്പറായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള ഒരു പല പദ്ധതികളും സുരേഷ് ഗോപിയോട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇപ്പോൾ പോയിക്കൊണ്ട് ഈ വഖഫ് വിഷയം ഉൾപ്പെടെ. എന്തായാലും ഇപ്പോൾ ഇതിനിടയിൽ പറയുന്ന ഒരു കാര്യം ഈ മാധ്യമങ്ങളുടെ വിഷയം തന്നെ. ഇപ്പോൾ മാധ്യമങ്ങൾ സുരേഷ് ഗോപി ഞങ്ങളെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവർ ഈ വ്യാജ പ്രചാരണം നടത്തുന്നു. സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയില്ല എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ പറഞ്ഞതെന്ന ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ആദ്യം ആ വാർത്ത കേട്ടപ്പോൾ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി അതിന് മറുപടി കൊടുത്തോടുകൂടി നമുക്ക് സ്വാഭാവികമായും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്നത് സുരേഷ് ഗോപിയായി മാറുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ പ്രശ്നം. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി തന്ത്രപരമായിട്ട് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ മാധ്യമ വാർത്തകൾ കാണുന്ന ജനങ്ങൾ ഒരു 10 ലക്ഷം പേരുണ്ടെന്ന് നോക്കുക. അവർ മുഴുവൻ കാണുന്നത് സുരേഷ് ഗോപി ഇനി സിനിമയിൽ അഭിനയിക്കില്ല, ശരി. തൊട്ട് പിറ്റേന്ന് സുരേഷ് ഗോപി തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ താൻ അഭിനയിക്കാൻ പോകുന്ന പടത്തിൻ്റെ പോസ്റ്റർ ഇടുക. സിനിമയുടെ പ്രൊമോഷനാണ്. 2, ജനങ്ങൾ മുഴുവൻ മാധ്യമങ്ങളെ തിരസ്കരിക്കുകയാണ്. മാധ്യമങ്ങൾ പറഞ്ഞതപ്പോൾ നുണയായിരുന്നല്ലേ. അപ്പോൾ എന്താണ് ഒരു നെറേറ്റീവ് ഉണ്ടാകുന്നത്? സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കള്ളമാണ്, വിശ്വസിക്കാൻ കഴിയുന്ന ആളാണ് സുരേഷ് ഗോപി, അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നതേ നമ്മൾ വിശ്വസിക്കാവൂ. സുരേഷ് ഗോപിയുടെ കളമായി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. എന്തായാലും സുരേഷ് ഗോപിയെ കേരളത്തിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാധ്യമങ്ങൾക്കോ എതിരാളികൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ വ്യവസായികൾക്കോ ഒന്നും പിടിച്ചു നിർത്താനോ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാനോ കഴിയില്ല എന്നാണ് എൻ്റെ ടേക്ക്.